മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പണബലത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശക്തിയാൽ നിന്റെ നേരെ പടയെടുത്തു വരുന്നവൻ വഴിയിൽ കിടക്കും. നീ അത് കാണും, മുൻപോട്ട് പോകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിയരെ മിസ്രീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടി വിവരിക്കുന്ന ഒരു 2 വാക്യം കൂടെ വായിച്ച് നിങ്ങൾക്കുള്ള ദൂതിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 15-ാം അധ്യായം തന്നെ 9-10 വാക്യങ്ങൾ കൂടെ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ദൈവമോ, 10-ാമത്തെ വാക്യം, നിൻ്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താന്നുപോയി. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിയർ 430 വർഷം മിസ്രൈമിൽ അടിമത്വത്തിലായിരിക്കുന്നു. അവിടെ നിന്ന് അവരുടെ കണ്ണുനീർ കണ്ട് നിലവിളിയുടെ ശബ്ദം കേട്ട് അവരുടെ സങ്കടം അറിഞ്ഞ ദൈവം അവരെ വിടുവിക്കുന്നു. എന്നാൽ അവർ പുറപ്പെട്ട് രക്ഷപ്പെട്ടു പോകും എന്ന് കണ്ടപ്പോൾ ശത്രു അവരെ വിടാതെ പിന്തുടരുന്നതാണ് ഈ വാക്യത്തിന് കാരണമായിരിക്കുന്ന സന്ദർഭം അല്ലെങ്കിൽ പശ്ചാത്തലം. അപ്പോൾ അവർ പിന്തുടരുവാനുള്ള കാരണം, ഒന്ന്, മിസ്രൈമിലെ കുതിരകളും ഇരുമ്പ് രഥങ്ങളും അന്ന് പ്രശസ്തമാണ്. അവരുടെ ബലത്തിൽ അവർ അഹങ്കരിച്ചു. 2, അവർക്കൊപ്പമുള്ള പടയാളികൾ ശക്തന്മാരാണ്. അവരുടെ ശക്തിയിൽ അവർ അഹങ്കരിച്ചു. അതിലുപരിയായി 430 വർഷം ഇവരെക്കാൾ തടിമുടുക്കും എണ്ണപ്പെരുപ്പവുമുള്ള ഇസ്രായേലിയരെ അടിമകളാക്കി വയ്ക്കുവാൻ തക്കവണ്ണം അവരെ ശക്തരാക്കിയ മന്ത്രവാദികളിലും അവരുടെ മന്ത്രശക്തിയിലും ആഭിചാരങ്ങളിലും ക്ഷുദ്രപ്രയോഗങ്ങളിലും അവർ വിശ്വസിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ ഈ ജനത്തെ പിന്തുടർന്നു. എന്നാൽ നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം തൻ്റെ കാറ്റിനെ ഊതിപ്പിച്ചു. എവിടെ ഇവരെ ഒടുക്കുവാൻ അവർ ഇറങ്ങി പുറപ്പെട്ടുപോ അവിടെ തന്നെ അവർ ഒടുങ്ങിപ്പോകുന്നത് ദൈവത്തിൻ്റെ ജനം കണ്ടു. എവിടെ ആര് നിന്നെ ഒടുക്കിക്കളയുവാൻ എഴുന്നേൽക്കുന്നുവോ, ഒരിക്കൽ കൂടി ബ്രദർ, സിസ്റ്റർ, എവിടെ ആ ജോലി സ്ഥലത്തായിരിക്കാം, സിസ്റ്ററെ നീ താമസിക്കുന്ന നിൻ്റെ വീട്ടിനകത്തായിരിക്കാം, നിൻ്റെ മക്കളായിരിക്കുന്ന സ്ഥലത്തായിരിക്കാം, നിങ്ങൾ തൊഴിൽ ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ, ശുശ്രൂഷകരെ നിങ്ങളുടെ ശുശ്രൂഷാ സ്ഥലങ്ങളിൽ, എവിടെയാണോ നിങ്ങളെ ഒടുക്കിക്കളയുവാൻ ശത്രു എഴുന്നേൽക്കുന്നത്, എവിടെയാണോ നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്നൊരു വാദം, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുവാൻ അനുവദിക്കത്തില്ല എന്നൊരു വാദം ഉയരുന്നത്, എവിടെയാണോ അവരവരുടെ വാളൂരുന്നത്, ഒരുപക്ഷെ ഫിസിക്കലായി ആയിരിക്കണമെന്നില്ല. ഫിസിക്കലായ ഒരു അറ്റാക്കിനെ കുറിച്ചല്ല എനിക്ക് പറയുവാനുള്ളത്. മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ശക്തിയിലൂടെ നിന്നെ തകർക്കുമെന്ന്, നിൻ്റെ തലമുറകളെ രക്ഷപ്പെടുവാൻ അനുവദിക്കത്തില്ല എന്ന്, നിൻ്റെ കുടുംബത്തിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല എന്ന്, ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കത്തില്ല എന്ന്, നീ ജീവിതകാലം മുഴുവൻ വാടക വീട്ടിൽ കരഞ്ഞു നരകിച്ചു തീരുമെന്ന്, രോഗിയായി തന്നെ നിൻ്റെ ജീവിതം അവസാനിക്കുമെന്ന്, കടക്കാരിയായി മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുനിച്ചും കൈനീട്ടിയും തന്നെ നീ നടക്കുമെന്നൊരു തെഴിൽ തണ്ടി തന്നെ നീ ആയിരിക്കണമെന്ന്, മക്കളില്ലാത്തവളെന്ന് മച്ചി എന്ന പേരോടുകൂടെ തന്നെ നീ ജീവിക്കേണ്ടി വരുമെന്ന്, എവിടെ പോയാലും എങ്ങോട്ട് പോയാലും രക്ഷപ്പെടുവാൻ കഴിയാതെ കാൽ കീഴിൽ തന്നെ കൊണ്ടുവന്ന് കിടത്തുമെന്ന് വാദിക്കുന്ന, അവൻ വീണ് കിടക്കുന്നത്, നിന്നെ വീഴ്ത്തുവാൻ, നിന്നെ കാൽ കീഴിലാക്കുവാൻ കടന്നു വരുന്ന ശത്രു, അവനും അവൻ്റെ പദ്ധതികളും വീണ് കിടക്കുന്നത് ഈ ദിവസങ്ങളിൽ നീ കാണുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. താങ്ക് യു ലോർഡ്. ഒരിക്കലും ഒരു സഹോദരനും സഹോദരിയും തങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടർന്ന് ഷെയറൊക്കെ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പുതുതായി താമസത്തിന് വന്നു. അവിടെ കുറച്ച് വസ്തു വാങ്ങുന്നു, ഒരു ഭവനം വയ്ക്കുന്നു. ഭവനം വച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ കുറച്ച് ദൂരെ താമസിക്കുന്ന ഒരു ഫാമിലിയുമായിട്ട് ആ സഹോദരി, ഈ സഹോദരൻ്റെ ഭാര്യ, ഒരു ചെറിയ സംസാരമുണ്ടാകുന്നു. സ്ത്രീകളല്ലേ, 1ഉം 2ഉം പറഞ്ഞ് അങ്ങ് തെറ്റി. അപ്പോൾ തെറ്റിയ സമയത്ത് തന്നെ ഇവർ പലചരക്ക് സാധനങ്ങൾ വാങ്ങുവാൻ പോകുന്ന കടയിലുള്ള ആ ഒരു സ്ത്രീ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അബദ്ധം പറ്റി, ആ സ്ത്രീയുമായിട്ട് നിങ്ങൾ പിണങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരിവിടെയുള്ള ഒരു വെള്ളമോതുന്ന ഒരു സ്ത്രീയുമായിട്ട്, എന്ന് പറഞ്ഞാൽ മന്ത്രവാദിയല്ല, വെള്ളമൊക്കെ ഓതിക്കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. ഈ മന്ത്രവാദത്തിൻ്റെ വേറൊരു സംഭവമാണ്. അതൊരു 4-ാം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളമൊക്കെ ഓതിക്കൊടുത്ത്
മന്ത്രവാദം പോലെ അങ്ങനെ ചെയ്യുന്നൊരു സ്ത്രീയുണ്ട്. അങ്ങനെ ചെയ്യുന്നൊരു സ്ത്രീ ഇവർക്ക് ചെൽപ്പടിക്കാരുത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വിരോധമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർക്കൊരു ശത്രുത ഒരാളിനോട് തോന്നിയാൽ അയാളുടെ ജീവിതം പോക്ക് തന്നെ. ഇവിടെ ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ല. എൻ്റെ മക്കളൊക്കെ ഇവിടെ നിന്ന് ജീവനും കൊണ്ടോടിയത്, ആ കടക്കാരി പറയുക, എൻ്റെ മക്കളൊക്കെ ഇവിടെ നിന്ന് ജീവനും കൊണ്ടോടിയത് അങ്ങനെ ഒരു സ്ത്രീയാണ്. പക്ഷേ വിശ്വാസിയായ ഈ പുള്ളിക്കാരി അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രശ്നം തുടങ്ങി. അവരുടെ മക്കൾ കൊച്ചു പിള്ളേരാ, നല്ല പഠിച്ചുകൊണ്ടിരുന്ന മക്കളുടെ പഠനത്തെ ബാധിക്കുവാനായിട്ട് തുടങ്ങി. വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, എന്നും വഴക്ക്. വളരെ സ്നേഹത്തോടെ ആയിരുന്നവർ എന്നും വഴക്ക്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വേണ്ട. അവർ താമസം തുടങ്ങി 1 വർഷമാകുന്നതിന് മുമ്പേ അവരുടെ വീട്ടിൻ്റെ നടയിൽ അവർ ബോർഡ് വെച്ചു, വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ആയിരിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ചിലർ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്, നിന്നെ സ്വസ്ഥമായി വിടത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ തുടർന്ന് എവിടെയെങ്കിലും പോയി പ്രാണനെങ്കിലും കിട്ടുമോ എന്ന് ഓടി രക്ഷപ്പെടുവാൻ നോക്കുന്ന നിന്നോട് തന്നെ എവിടെ നിന്നാണോ ശത്രു നിന്നെ ഓടിക്കുവാൻ അമേൻ പദ്ധതി ഒരുക്കുന്നത്, അവിടെ എൻ്റെ ദൈവം നിന്നെ ഉറപ്പിക്കും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എവിടെ നിന്നാണോ, ഏത് വീട്ടിൽ നിന്നാണോ, പ്രിയ സിസ്റ്ററെ, ആ വീട് നിൻ്റെതാ. ആമേൻ. മാതാവേ, പിതാവേ, ആ വീട് നിൻ്റെ മകളുടേതാ, നിൻ്റെ മകൻ്റേതാ. അവിടെ നിന്ന് അവനെ ഓടിക്കുന്ന ആ ശത്രുവിൻ്റെ പദ്ധതി എൻ്റെ ദൈവം തകർക്കും. ബ്രദർ, ആ രാജ്യം ഞാൻ പറയുന്നത് അത് നിൻ്റേതാ. സ്തോത്രം. സ്വർഗത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അത് നമുക്കുള്ളതാ ദൈവരാജ്യം. പക്ഷേ നീ ഇന്ന് പാർക്കുന്ന, നീ വർക്ക് ചെയ്യുന്ന ആ രാജ്യം, സിസ്റ്റർ കേൾക്ക്, അവിടെ നിനക്ക് വേണ്ടത് എൻ്റെ ദൈവം കരുതും. അവിടെ നിന്നെ ഓടിക്കുവാൻ, ആ തൊഴിലിടത്തിൽ നിന്നെ ഓടിക്കുവാൻ അവിടെ നിർത്തത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ദുഷ്ട മനുഷ്യർ വീണ് കിടക്കുന്നത് നീ ഈ ദിവസങ്ങളിൽ കാണും. അങ്ങനെ ഈ സഹോദരി ബോർഡൊക്കെ വെച്ചിട്ട് ഒരു ദിവസം പുറത്ത് പോയിട്ട് തിരികെ വരുമ്പോൾ തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഈ ബോർഡ് കണ്ടപ്പോൾ ഉള്ളിനകത്ത് വലിയൊരു ചിന്താഭാരം. അങ്ങനെ ചിന്താഭാരത്തോടെ ആയിരിക്കുന്ന ചിലരുണ്ട്. ബോർഡ് എടുത്ത് കളഞ്ഞോന്നേ. സ്തോത്ര. അവിടെ നീ സന്തോഷത്തോടെ പാർക്കും, വിറ്റിട്ട് പോകാനുള്ളതല്ല. അപ്പോൾ ചിന്താഭാരത്തോടെ വീട്ടിനകത്ത് വന്നിരുന്ന് കുറച്ച് നേരം ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ തൻ്റെ അമ്മയുടെ അടുത്ത് ഈ വിഷയം വിളിച്ച് പറഞ്ഞു. അപ്പോൾ തൻ്റെ അമ്മ നമ്മുടെ പ്രൈസർ ഫാമിലിയിലെ ഒരു അംഗമാണ്, വിളിച്ച് സംസാരിക്കുന്ന ആളല്ല, നമ്മുടെ മെസ്സേജുകൾ കാണുന്ന ആളാണ്. ഉടനെ ഒരു മെസ്സേജ് അമ്മ ഈ മോൾക്ക് ഇട്ട് കൊടുത്തു. ആ മെസ്സേജ് കാണാൻ പറഞ്ഞു. ആ മെസ്സേജ് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മോളോട് സംസാരിച്ചു. വൈകുന്നേരം ബ്രദറും സിസ്റ്ററും കൂടെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു, വെള്ളം ഓതുന്നതും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളിൽ പലരെയും പോലെ ഉപവസിക്കുവാനും തുടങ്ങി. എല്ലാവർക്കും അവസരമുണ്ട് കേട്ടോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും വീഴ്ത്തുവാൻ എഴുന്നേൽക്കുന്നവൻ വീണ് കിടക്കുന്നത് കാണുവാനും അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ പ്രാർത്ഥന തുടർമാനമായി നടന്നു വന്നു. ചില മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസ പ്രാർത്ഥന നടന്നു വന്നു. വീട്ടിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ചില മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പലവ്യഞ്ജനക്കടയിൽ പോയപ്പോൾ ആ പലവ്യഞ്ജനക്കടയിലെ സഹോദരി ഈ സഹോദരിയോട് പറയുന്നു, നീ അറിഞ്ഞോ, എത്ര പ്രഗത്ഭന്മാർ ശ്രമിച്ചിട്ട് ഓടാത്തവളാണ് ആ വെള്ളം ഓതുന്ന ആ പെണ്ണുമ്പിള്ള. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് ആ ബാരിക്കെട്ടിപ്പോയി. ഇവർക്ക് വിരോധമായി നിന്ന്, സ്ത്രീയുടെ ചെൽപ്പടിക്ക് നിന്ന് ഇവർക്ക് വിരോധമായി വെള്ളമോതി വീട്ടിൻ്റെ സ്വസ്ഥതയെ കളഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ ദുർമന്ത്രവാദിനി, അവിടെ നിന്ന് വാരിക്കെട്ടി പോയെന്നു. പോകുക മാത്രമല്ല, ആ പോകുന്ന പോക്കിൽ ഇവർക്ക് വിരോധമായി നിന്ന സ്ത്രീ വീണു ആശുപത്രിയിലുമായി. അതറിഞ്ഞുകൊണ്ട് മറ്റവർ പോയതായിരിക്കും, അടുത്ത പണി അവർക്കായിരിക്കുമെന്ന്. ഈ സഹോദരി ഒന്നും മിണ്ടിയില്ല. ആണോ എന്ന് ചോദിച്ചു, ഉള്ളം കൊണ്ട് ചിരിച്ചു. വീട്ടിൽ വന്നു. ഉടനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, വീണ് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പടയെടുത്ത് വരുന്നവൻ നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല എന്ന്, അവിടെ തുടരാൻ അനുവദിക്കത്തില്ല എന്ന്, നിൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്. ബ്രദർ കേൾക്ക്, അവിടെ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടും. അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ അനുഗ്രഹത്തിനും അവരുടെ വളർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്ന ചിലതൊക്കെ വീണ് കിടക്കുന്നത് നീ കാണും. ആമേൻ. നിന്നെ വീഴ്ത്തുവാൻ എഴുന്നേൽക്കുന്ന, ആമേൻ, നിൻ്റെ തലമുറകളെ വീഴ്ത്തുവാൻ എഴുന്നേൽക്കുന്ന, ദേശത്തിൽ ഒരിക്കലും തേച്ചാലും മാച്ചാലും മാഞ്ഞു പോകാത്ത പേരുദോഷമാക്കി നിൻ്റെ തലമുറകളെ തീർക്കുമെന്ന് വാദിച്ചെഴുന്നേൽക്കുന്നവൻ വീണ് കിടക്കുന്നത് നീ കാണും. റഖലമാശേഖനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിൻ്റെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി വിവാഹബന്ധം നടക്കുവാൻ
അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന, വിരോധമായി മന്ത്രവാദങ്ങൾ ചെയ്തവർ വീണ് കിടക്കുന്നത് നീ കാണുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഓ റിഖലമാ ഷെഖനെ. അമേൻ. റെഡിയാണോ? അവിടെ മുമ്പിൽ വീണ് കിടക്കാനല്ല, അവർ വീണ് കിടക്കുന്നത് കാണുവാൻ. ആ കുടുംബത്തെ പോലെ അവിടെ അവരെ നട്ടെടുത്ത് വളരുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഒപ്പം ആ അവസരം പ്രയോജനപ്പെടുത്തുവാൻ ഒരു ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് ക്രമീകരിക്കാം. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും ചേർന്നിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. അതുപോലെ വെള്ളിയാഴ്ച ഞായറാഴ്ച സ്പെഷ്യൽ മീറ്റിങ്ങുകൾ, സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാനി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വെള്ളിയാഴ്ച 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോയിൻ ചെയ്ത് നോക്ക്, ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പണബലമുള്ളവൻ്റെയും അധികാരികളുടെയും മന്ത്രവാദികളെയും ആഭിചാരികളെയും കൊണ്ടു നടക്കുന്നവരുടെയും മുമ്പിൽ വീഴുവാൻ വിധിക്കപ്പെട്ടായിരിക്കുന്നവർ, സ്വർഗം ഇവരുടെ കണ്ണുകൊണ്ട് ഇവർക്ക് വിരോധമായി പടയെടുത്ത് വരുന്നവർ വീഴുന്നത് കാണുമാറാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു വീണ് നിലവിളിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇവരുടെ കണ്ണുകളെ സ്വർഗം അങ്ങ് തുറക്കണമേ. ആ ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കണമേ. എല്ലാ വെല്ലുവിളികളും മാനുഷികമായും പൈശാചികമായി എഴുന്നേൽക്കുന്ന എല്ലാ വെല്ലുവിളികളും തകരട്ടെ. എല്ലാ പോരുകളും അഴിയട്ടെ. എല്ലാ പദ്ധതികളും മാനുഷികമായ പൈശാചികമായ പദ്ധതികളും തകർക്കപ്പെടട്ടെ. ഇവരുടെ രോഗികളാക്കി തീർക്കുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കണമേ. രോഗബന്ധനം അഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. മദ്യത്തിലെ മയക്കുമരുന്നിലും തലമുറകളെ യൗവനക്കാരെ കുരുക്കിയിടുന്ന എല്ലാ കുരുക്കുകളും പൊട്ടിമാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, നേർച്ച കാഴ്ചകൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കൾ വാങ്ങട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വാഹനങ്ങൾ വാങ്ങപ്പെടട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശോപ്പ എല്ലാ ബിസിനസ് തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സാമ്പത്തികമായ ഇടപാടുകൾ അമേൻ അത് മുഖാന്തരം അനുഭവിക്കുന്ന ടെൻഷൻസ് മാറിപ്പോകട്ടെ. കൊടുക്കുവാനുള്ളവർക്ക് കൊടുക്കുവാനും ലഭിക്കുവാനുള്ളത് ലഭിക്കുവാനും സ്വർഗം സഹായിക്കണമേ. എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ. യെസ്, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വിദേശ നന്മകൾ കരങ്ങളിലേക്ക് വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. യെസ്, പിശാച് അടച്ചു വെച്ച വാതിലുകൾ തുറന്നു വരട്ടെ. വിടത്തില്ല എന്ന് പുറകെ കൂടിയ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളും തകർന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അവിടെ തന്നെ പടയെടുത്ത് വരുന്നവൻ വീണ് കിടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ആയിരിക്കാം. അവസരമുണ്ട്, കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.